ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ അത് പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നെന്തോ ചെയ്യാൻ പോകുന്നത് ഗൈസ്, ഞാൻ ഇന്ന് നമ്മുടെ നെതർ ഇതാക്കാൻ പോകും. പിന്നെ ഗൈസ് ഇന്നലെ ഞാൻ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് മിസ്റ്റേക്ക് പറ്റി. ഒന്ന് ഇവിടെ ഒരു നെതറൈറ്റല്ലേ ഒബ്സിഡിയൻ വെച്ചു, ഇവിടെ ഒരു ഒബ്സിഡിയൻ വെച്ചു പോയി. അപ്പോൾ അതിനുണ്ട് നമുക്ക് ഡൈമെൻഡിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്യണം. അതിന് മുമ്പ് ഗൈസ് ഇവിടെ നമ്മൾ ഗ്രാവലി കൊണ്ടുവന്നിട്ട് നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കി ഇന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നെതർ കത്തിക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം നമ്മൾ ഡയമണ്ട്സ് പിക്കാക്സ് ഒന്നും ഉണ്ടാക്കി ഇതൊന്നും ആദ്യം പൊട്ടിക്കട്ടെ. ഓക്കെ, ആദ്യം 3 ഡയമണ്ട് ഇതുകൊണ്ട്. ഓക്കെ, ഈ സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കട്ടെ. ടൈപ്പ് ചെയ്താൽ വരത്തില്ലേ? അതാണ്ട് 2 അയണും കൂടെ മതി. കൊള്ളാം. ഓക്കെ, ഞാൻ എൻ്റെ വുഡില്ലല്ലേ, വുഡ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ വുഡ് പൊട്ടിക്കാൻ പോകുന്നത് ഗൈസ്. ഏത് പൊട്ടിക്കണം? ഇന്നലെ നമ്മൾ പാർക്കോറിൻ്റെ വീഡിയോ ആയിരുന്നു ഗൈസ് ചെയ്തത്. കാണാത്തൊരിടത്ത് നിന്ന് വാച്ച് ചെയ്യുക. ഇവിടെ ലൈബ്രറി നിൽക്കൊണ്ട് ഇപ്പം അടുത്ത് മരം ഇവിടെ ഇല്ലേ? എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മൾ അപ്പുറത്ത് ഇങ്ങോട്ട് പോകേണ്ടി വരുമെന്ന്. നമ്മൾ ഇന്നലെ മറ്റേ ഐസ് ബയോമിലോട്ട് പോയപ്പോൾ കണ്ടില്ലായിരുന്നു ഒരു അവിടെ കണ്ട സ്പ്രൂസിലോ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങോട്ട് പോകേണ്ടി വരും തോന്നുന്നു. ഒന്നുപോലെ നടക്കത്തെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് നമ്മളിപ്പോൾ കളിക്കാൻ 3 ദിവസമായിട്ടുണ്ട് കളിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഷിപ്പ് നമ്മൾ റൈഡ് ചെയ്തായിരുന്നല്ലേ ഗൈസ്? റൈഡ് ചെയ്യുന്ന എൻ്റെ ഓർമ്മ ശരിയാണ്. വയസ്സ് എങ്ങനെയുണ്ട്? ആദ്യത്തെ മരം ഞാൻ പൊട്ടിക്കാൻ പോകണം. ഇപ്പം എനിക്ക് അഡ്വാൻസ്മെൻറ്റ് വീഡിയോ വരെ ഈ 3 ദിവസം ഞാൻ കണ്ട ഒരു വുഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല ഗൈസ്. അതുപോലും ഉണ്ടാക്കാതെ തന്നെ ഒരു അയൺസ് കൂടെ ഒരു ഡയമണ്ട് ഒക്കെ കിട്ടി. ലക്ക്. ഓക്കെ, 3, 2, 1 പൊട്ടിച്ച് റെസിപ്പി ആണ് നോക്കല്. ഓക്കെ, ഞാൻ മാത്രമുള്ള ഗൈസ് ഇങ്ങനെ. വേറെ ആൾക്കാർക്ക് ഇങ്ങനെ ലക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാൻ ഇങ്ങനെ ലക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഞാൻ നോക്കാം. ഇങ്ങനെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ പേര് അടുത്ത വീഡിയോയിൽ ഇങ്ങനെ പറയുന്നതായിരിക്കും. നിങ്ങളുടെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ വിളിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീട്ടിലോട്ട് അത് പോയിട്ട് എൻ്റെ പേരിൽ ഞാൻ അടിച്ചു പറ്റിയിട്ടാണ് വേറൊരു കാര്യം. എന്നാലും ഞാനിപ്പോൾ ഇതെൻ്റെ വീടാക്കിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്തോ എനിക്ക് ഈ വീടിനോടൊരു ആകർഷണം തോന്നി ഗൈസ്. കാര്യം കൊള്ളാം, ഇത് കാണും. ഞാൻ എൻ്റെ കുറച്ച് ആദ്യത്തിന് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റിക്ക്. ഓക്കെ, എൻ്റെ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാൻ പോവാണ്. 3, 2, 1 ഉണ്ടാക്കി. എൻ്റെ കൈ നീങ്ങളിരിക്കുന്ന കണ്ട. ഫസ്റ്റ് ഡയമണ്ട് ആയിരുന്നു. ഇന്നത്തെ വരുമ്പോൾ ഡയമണ്ട് പിക്കാക്സാണ്. ഗെയിമിൻ്റെ കൈ ശരിയായി. എന്നൊക്കെ നമുക്ക് ആദ്യം തന്നെ ഈ ഓപ്ഷൻ പൊട്ടി മാറ്റാം. ഓക്കെ, എനിക്ക് പൊട്ടിച്ചതുകൊണ്ട് അടുത്തത്. ഓക്കെ, അങ്ങോട്ട് പൊട്ടിച്ച്. ഓക്കെ, 2 കൈ ഇരുന്നില്ലേ? 2 ഒപ്സിഡിയൻ കൈ കിട്ടിയിട്ടുണ്ട്. നേരെ ഞാൻ പോയി ഈ ഒപ്സിഡിയൻ ഒന്ന് വെക്കട്ടെ ഗൈസ്. ആദ്യം 2 കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കേവ് ഇവിടെ, ഒരു കേവ് ഇവിടെ. പക്ഷേ ഈ ഒരു കേവിൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർ വാട്ടർ കേവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോകാനായിട്ട് ഇത് അറ്റാക്ക് ചെയ്യുമെന്ന് തോന്നുന്നു ഗൈസ് എന്നെ. ഓക്കെ, എന്നാലും ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ടോർച്ച് വേണം ഗൈസ്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഞങ്ങൾ പൊട്ടിച്ചെടുക്കാം. ഓക്കെ, കോളിനാണത് കണ്ണ് കാണാൻ വയ്യ. ഓക്കെ ഗൈസ്, ഇത് വെച്ച് ഞാൻ ടോർച്ചൊന്നും ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇൻവെൻറ്ററി തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെച്ചോണ്ട് പോകാം.
ഗൈസ് ഇവിടെ വേറൊരു ഗെയിമാണ് ഗൈസ്. ഇവിടെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ തന്നെ കോൾ ഇരിക്കുന്നു. ഇവിടെ നിന്ന് കുറച്ച് കോൾ കിട്ടും. അപ്പം ഇതും കൂടെ കിട്ടും. ഇവിടെ ബാക്കിലോട്ട് ഓക്കെ ഒന്നുമില്ല. ഇനി ഇങ്ങോട്ടാണ് തോന്നുന്നു ഗൈസ് ഗെയിം. ഓക്കെ ഓക്കെ അവിടെ ഞാൻ കോൾ ഇരിക്കുന്നത്. കോളുമ്പോൾ ഗൈസ് ഞാൻ പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചെടുക്ക് ഇത് മുഴുവൻ പൊട്ടിച്ചെടുക്ക്. നല്ല സ്പീഡുണ്ട് കേസിന്. ഒരു സ്റ്റോൺ ഡിജൻസ് കൂടെ ഉണ്ടാക്കാൻ ഇത് ലക്ക് ഓക്കെ. ഇതിൻ്റെ മണ്ടയിൽ ഇത് നല്ല മുട്ടൻ കേവാണ് കേസ്. ഇവിടെ ഇങ്ങോട്ടൊന്നും ഉണ്ടാക്കില്ല. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇങ്ങോട്ട് വേറൊരു കേവ് ഗൈസ്. ഗൈസ് അവിടെ രാവിലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇത് രാവിലെ അത് തന്നെ കിട്ടിപ്പോയി ഗൈസ്. തേടി വന്നാണ് കിട്ടി. ഇപ്പം എന്നെ പൊട്ടിക്കാൻ വേണ്ടി കിട്ടും. അടി സോമ്പിനടി കൊള്ളേ. കൊണ്ട് ഇത്രേ ഉള്ളൂ. ഇനി അവന്മാരമ്മ അടി ആയിക്കോളും ഗൈസ്. ഒരു വിഷയമില്ല. നമുക്ക് ആ ഒരു അടി കണ്ട് സൂഹിക്കാം. ഞാൻ ഓടി കൊണ്ട് വെച്ചിട്ട് അത്രേ ഉള്ളൂ. ഓനെയും തീർത്തു. കളക്ട് ചെയ്യാം. ഇപ്പോൾ പൊട്ടിക്കുന്നതിന് അപ്പോൾ എനിക്ക് കിട്ടണ്ടാവണല്ലേ. ഫോട്ടോ കുറച്ച് പോയി. കിട്ടി ഓക്കെ ഗൈസ്. ഇങ്ങോട്ട് നമ്മൾ പോകണം. നമ്മൾ വന്നില്ല ഗൈസ്. ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കറങ്ങി ഇപ്പുറത്തേന് എത്തും ഗൈസ്. ഇവിടെ വെള്ളമുണ്ട്. ഇതേ ബക്കറ്റ്സ് ഉണ്ടല്ലേ. കുറച്ച് വെള്ളം എടുത്തേക്കാം. ഓക്കെ ആദ്യമായിട്ടാണ് പവർ എടുക്കുക. കിട്ടേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇവിടെ നല്ലായിരുന്നു. ഇത് തൊണ്ടായിരുന്നു ഗൈസ്. ഓക്കെ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങണം. ഓക്കെ നമ്മുടെ പോർട്ടൽ ഇതാ ഇരിക്കുന്ന കണ്ട. ഓക്കെ ഞാൻ മണ്ടേ പോയി അയണം എടുക്കട്ടെ. അയൺ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നോക്കി നമ്മുടെ കഴിച്ചാൽ ഉണ്ടാക്കാം ഗൈസ്. അതിനകത്ത് ഒരു ഫ്ലിൻറ്റും ഒരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ. യെസ് ഫൈനലി ഉണ്ടാക്കി ഗൈസ്. ഞാനിപ്പോൾ ലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. 3, 2, 1 ഗോ. യെസ് അങ്ങനെ ഫൈനലി ഒരു നെതർപോർട്ട് ഉണ്ടാക്കി നമുക്ക് കയറി നോക്കാം. നല്ലൊരു സ്ഥലം കിട്ടണേ. ഗൈസ് ഇത് അവർ റാപ്പ് കുറച്ചാണ്. ഒരു താഴെ ഇൻ്റർമാൻ സ്ഥലമുണ്ട്. ലക്കുണ്ട്. അവിടെ താഴെ ഹാപ്പി കാസ്റ്റും ഉണ്ട്. ഇവിടെ ഫോർട്രസിൻ്റെ തൂണൊന്നും ഞാൻ കാണുന്നില്ല ഗൈസ്. ജസ്റ്റ് ഇതൊക്കെ തന്നെ കാണുന്നു ഇവിടെ. ഓക്കെ ഇവിടെ വേറെ ഒന്നുമില്ലെന്ന് തോന്നുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരാം ഗൈസ്. ഇങ്ങോട്ട് വരാം. തിരിച്ചു പോവാം. ഇവിടെ അടുത്തേക്ക് നിൽക്കണം. ഞാനില്ലേ ഗൈസ് എപ്പം നെതർപോർട്ട് ഉണ്ടെങ്കിലും ചെറിയൊരു പണി ചെയ്യും. എന്തോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അത് ഇവിടുന്ന് കാണണമല്ലേ. തൊട്ടാനായിട്ട് വയ്യ ഗൈസ്. ഓക്കെ ഒരെണ്ണം ഇരിക്കുന്നത് ഒരു ഗേറ്റുമുണ്ട് ഗൈസ്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ കുറച്ച് ഇതിൽ എടുക്കാം. എടുത്തിട്ട് ഇവിടെ ഒരെണ്ണം വെച്ചിട്ട് ഇവിടെ വരെ അങ്ങനെ ഫില്ല് ചെയ്യണം.
ഒരു സൈഡിൽ ഇവിടെ മാത്രം ഇങ്ങനെ തിരിച്ചു വെക്കും. ഓക്കെ, ഇനി ഇതൊന്ന് മണ്ടയിലോട്ട് കണ്ടിന്യൂ ചെയ്യും. ഇപ്പം ഞാൻ മണ്ടയിലോട്ട് കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ കണ്ട് ഇവിടെ ഒരു ഫെൻസും ഇവിടെ ഒരു ഇതും വെക്കും. ഇത്രയല്ല, ഇനി വേണം ഈ ഒരു സൈഡിലോട്ടൊരു ഫെൻസും കൂടെ വെക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മറ്റേ ഇവന്മാരില്ല, സോംബിഫൈഡ് വീലില്ലേ, അവന്മാർ പോയിന്ന് അടിച്ചു കഴിച്ചു. അപ്പോൾ എല്ലാം കൂട്ടത്തോടെ വരത്തില്ല. സോ വരുന്ന സമയത്ത് നമുക്ക് അറ്റാക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ അവന്മാർ വരുമ്പോൾ അവന്മാർക്ക് കൂടി ചാടി വരാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ വരാൻ പറ്റൂ. ഉണ്ടാക്കി ഓക്കെ, ഇതാ കുറിച്ചത് ഇതിനൊരു ഓർഡർ ഇല്ലായ്മയായിരിക്കും. ഇവിടെ വേണം, ഇവിടെ വരണം. ഞാൻ ഇത് മണ്ടോട്ട് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ നമ്മൾ പോകുന്ന ഇടം തുറക്കുക, കയറി പോവുക, നമുക്ക് അടയ്ക്കുക. അപ്പോൾ അവന്മാരെ നമുക്ക് ഇറക്കി കാണാൻ സിമ്പിളാവും. ഓക്കെ, അതൊക്കെ ഞാൻ മസിൽ പിന്നെ കംപ്ലീറ്റ് ചെയ്തോളാം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണെന്ന് എനിക്കറിയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് കാണാം.